ഇതാണ് കേട്ടോ ഞങ്ങളെ വീട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളെ ഈ ഒരു വീടിൻ്റെ വീഡിയോയും പിന്നെ അതുപോലെ തന്നെ മോൾ സ്കൂളിൽ പ്രവേശനോത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യണത്. സ്കൂളൊക്കെ തുറന്നു, പക്ഷെ വീഡിയോ എപ്പോഴാണ് ഒന്ന് റെഡി ആയത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സ്കൂൾ തുറന്നാൽ പിന്നെയുള്ള ടാസ്ക്കാണ് ഈ രാവിലെ എണീപ്പിച്ച് സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നത്. അങ്ങനെ നീക്കലും കുളിക്കലും ചാടിക്കലും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സ്കൂളിലേക്ക് ഇറങ്ങിയിട്ടോ. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഫോട്ടോ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ എന്തായാലും സ്കൂളിലൊക്കെ എത്തി. വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. മഴ ആയതുകൊണ്ട് സ്കൂൾ തുറക്കുമോ എന്നുള്ളൊരു ഇതിലേന്നല്ലോ. അപ്പോൾ പിന്നെ ചെറുതായിട്ടുള്ള കുറച്ച് അലങ്കാരങ്ങളും പണികളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഓള് പഠിക്കുന്നത് 2ാം ക്ലാസ്സിലാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മമാർ വരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഓള് പറഞ്ഞു എന്തായാലും അമ്മ പോരെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ് ഞാൻ. എന്തായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഓരോരു സ്കൂളും കാര്യങ്ങളും ഓരോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ. അപ്പോൾ ചെല്ലുമ്പോൾ ഓൾക്കൊരു സന്തോഷമാവും. ഞാനൊന്നും ഒന്നാം ക്ലാസ്സിലേക്ക് പോയെന്ന് എൻ്റെ അച്ഛനമ്മയൊന്നും എൻ്റെ കൂടെ പോന്നിട്ടില്ല. ഞാൻ അവിടുന്ന് ഏട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടാവും, ഓരോ കൂടെയാണ് പോയത്. ഇന്നിപ്പോൾ അതൊന്നല്ലല്ലോ. അമ്മമാരും അച്ഛന്മാരും എല്ലാവരും പോകും കുട്ടികളെ സ്കൂളും കാര്യങ്ങളൊക്കെ കാണാൻ. 4 വരെയുള്ളൂ കേട്ടോ ഈ സ്കൂള്. വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂള്. ഓട്ടോയ്ക്കാണ് പോവല്. നടക്കാനുള്ള ദൂരമൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ പിന്നെ നടത്തിക്കാനൊന്നും പറ്റില്ല. പണ്ടത്തെ കാലമല്ലല്ലോ. പണ്ട് ഇപ്പോൾ എത്ര ദൂരം വരെ നടന്നാലും കുഴപ്പമൊന്നുമില്ല. മോള് പഠിക്കാനൊക്കെ നല്ല ഉഷാറാണ്, പക്ഷേ ഫുഡ് കഴിക്കാൻ കുറച്ച് മോശമാണ്. അത് അങ്ങനെ തന്നെ ആവുമല്ലോ അല്ലേ. എല്ലായിടത്തും ഉണ്ടാവും ഫുഡ് കഴിക്കാത്ത കുട്ടികളും കഴിക്കുന്ന കുട്ടികളും. മോന് പിന്നെ നല്ലോണം കഴിക്കും കേട്ടോ. മോന് പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ പായസ വിതരണ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പോയി കുടിച്ചിട്ടോ. മോന് അംഗനവാടിയിലാട്ടോ, സ്കൂളിലേക്കൊന്നും ആയിട്ടില്ല ആൾ. അപ്പം അങ്ങനെ ഞങ്ങൾ പായസവും കാര്യങ്ങളൊക്കെ കുടിച്ച് പിന്നെ ഇങ്ങനെ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്തായാലും വിട്ടിട്ട് ഒപ്പം പോവാലോ എന്ന് വെച്ച് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അവനീൻ്റെ ക്ലാസ്സിലെ കുട്ടികളും തന്നെ പായസം ഓരോ ക്ലാസ് വീതമാണ് കേട്ടോ വിടുന്നത് പായസം കുടിക്കാൻ. അപ്പോൾ പിന്നെ അവനീൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ ഓടുള്ള ഫ്രണ്ട്സൊക്കെ പോകൽ തുടങ്ങി പായസം കുടിക്കാൻ. പിന്നെ പായസം കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്കൂള് വിട്ടിട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ പണിയുണ്ട്. അകം കോൺക്രീറ്റ് ഇടുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോന്നപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ്. ചെറിയൊരു വീടാണ്, പണികളൊക്കെ ഒന്നും തീർന്നിട്ടില്ല. സിറ്റ് ഔട്ട് ഇല്ല കേട്ടോ. ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ ഹാള് വലിപ്പം കൂട്ടാനാണ് പറഞ്ഞിട്ട് പിന്നെ അത് കൂട്ടിയെടുത്തതാണ്. എന്തായാലും സിറ്റ് ഔട്ടൊന്നും ഇങ്ങോട്ട് ഇറക്കിയെടുക്കണം. കാരണം സിറ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സാധനങ്ങളൊന്നും വന്നിറക്കാനുള്ള സ്ഥലമല്ല. ആ മണലും ഇതൊന്നും ഇറക്കാനുള്ള സ്ഥലമല്ല. അപ്പോൾ പിന്നെ ഇനി സിറ്റ് ഔട്ട് ഞങ്ങൾക്ക് താഴ്ത്തി വാർക്കാൻ വേണ്ടി അങ്ങനെ ഒഴിച്ചിട്ടതാണ് കേട്ടോ. ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടൂലേ, അങ്ങനെ കിട്ടിയ വീടാണിട്ടത്. ലൈഫ് ഭവന പദ്ധതി പറഞ്ഞിട്ടുള്ള ആ ഒരു പദ്ധതി പ്രകാരം കിട്ടിയ വീടാണ്. അന്ന് അളവ് ഉണ്ടായിരുന്നിട്ട് ഞങ്ങളെടുത്ത ടൈമിൽ 450 അത്ര പാടുള്ളായിരുന്നു. അപ്പം അന്ന് ഞങ്ങൾ ഒരു ഹാളും ഒരു റൂമും ടോയ്ലറ്റും മാത്രമേ എടുത്തിട്ടുള്ളൂ. സിറ്റ് ഔട്ട് ഉണ്ടായിരുന്നു. സിറ്റ് ഔട്ട് പിന്നെ വലുതാക്കി പറഞ്ഞില്ലേ, സിറ്റ് ഔട്ട് പിന്നെ ഹാളാക്കി എടുത്തു എന്ന് പറഞ്ഞില്ലേ. അപ്പം അങ്ങനെ അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു റൂമും കിച്ചണും കൂടെ, അങ്ങനെ കിച്ചണല്ല ഒരു ഡൈനിങ് ടേബിൾ കിച്ചണും അങ്ങനെയൊക്കെ അങ്ങനെ പിന്നെ ഒന്നും കൂടെ കൂട്ടിയെടുത്തതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ സ്വന്തം പൈസയ്ക്ക് അങ്ങനെ കൂട്ടിയെടുത്തതാണ്. അങ്ങനെ 2 ബെഡ്റൂമും ഒരു ഹാള് പിന്നെ ഒരു കിച്ചൺ പിന്നെ അതുപോലെ തന്നെ ടോയ്ലറ്റ് അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഒരു ചെറിയൊരു കുടുംബത്തിന് താമസിക്കാൻ ഇതന്നെ ധാരാളം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം തേപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞു, തേപ്പും വയറിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ പിന്നെടുത്ത ആ ഭാഗത്തിൻ്റെ കഴിയാണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീടിൻ്റെ വിശേഷങ്ങൾ. കടവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വീടിൻ്റെ പേരിൽ. ഉള്ളത് തന്നെ അത് ചെറുതായിട്ടുള്ള കടങ്ങൾ, നമുക്ക് വീട്ടാൻ പറ്റുന്ന കടങ്ങൾ ഉണ്ടാവില്ലേ, അയൽക്കൂട്ടിൽ നിന്ന് എടുത്ത ലോണ്, അങ്ങനെ ലിങ്കേജ് ലോണായിട്ട് 2 ലക്ഷം അങ്ങനെയൊക്കെ എടുത്തിട്ട് കയറ്റിയതാണ് ഇതിന് ബാക്കി ഭാഗങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഇനി മോൾക്ക് പഠനമുറിയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം ഇനി മുകളിലും ഒരു റൂമും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ അതിനൊക്കെ വേണ്ടി അങ്ങനെ സെറ്റാക്കി വെച്ചതാണ്. ഇതാണ് പിന്നെ അടുക്കള എന്നല്ല, ഒരു ഡൈനിങ് ഏരിയ ആക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്.
പിന്നെ നോക്കട്ടെ. പിന്നെ ഇനി ബാക്കിക്ക് ഇറക്കിയെടുക്കണം അടുക്കള. പിന്നെ അവിടെ ഇത്തിരി സ്ഥലമൊക്കെ ഉണ്ട്, മേടിക്കാൻ പറ്റുകയാണെങ്കിൽ മേടിക്കണം. അയ്യോ, ആഗ്രഹങ്ങൾ കുറേ ഉണ്ടല്ലേ. ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ. കുറേ കുന്നോളം ആഗ്രഹിച്ച കുന്നിക്കുരുവോളെങ്കിലും തരുന്നല്ലേ. അപ്പോൾ ആഗ്രഹം കുറയ്ക്കണ്ട. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ വീടിൻ്റെ ചുറ്റുമുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീടും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കയറട്ടെ. അതോടൊപ്പം തന്നെ ഞങ്ങളെ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.